തിരുവനന്തപുരം ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന ജസ്റ്റിസ് ഫോർ സിറ്റിസൺ, സാധാരണക്കാർക്ക് വേണ്ടി നിയമസഹായം നൽകുന്ന ജസ്റ്റിസ് ഫോർ സിറ്റിസൺ എന്ന സംഘടനയുടെ പ്രവർത്തകരാണ് ഞങ്ങൾ. റോബിൻ രാധാകൃഷ്ണന്റെ കേസുമായിട്ട് ബന്ധപ്പെട്ട് നിലവിൽ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് റോബിൻ രാധാകൃഷ്ണന്റെ വിഷയം. റോബിൻ രാധാകൃഷ്ണൻ തെറ്റ് ചെയ്തിട്ടുണ്ടോ, ആൾക്കാരെ വഞ്ചിച്ചിട്ടുണ്ടോ, ഇത് പറഞ്ഞുകൊണ്ട് കുറേ യൂട്യൂബേഴ്സ് ഇദ്ദേഹത്തെ കുറ്റക്കാരനാക്കിക്കൊണ്ട് കുറ്റപ്പെടുത്തിക്കൊണ്ട് നിരവധി വീഡിയോകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ, ഇദ്ദേഹം കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ, ഇദ്ദേഹത്തിനെതിരെ ചെയ്യുന്ന വീഡിയോകളുടെ നിജസ്ഥിതി എന്തെന്നറിയാൻ വേണ്ടി തിരുവനന്തപുരം സൈബർ പോലീസ് സ്റ്റേഷനിൽ ഈ വിവരങ്ങളെല്ലാം പരിശോധിക്കപ്പെടാൻ വേണ്ടി പരാതിയുമായി എത്തിയിരിക്കുകയാണ് റോബിൻ. ഇത് മാത്രമല്ല, യാതൊരു തെളിവുകളും ഇല്ലാതെ ചില ആരെയോ പീഡിപ്പിച്ചു, ജി ഹോസ്പിറ്റലിൽ ആരെയോ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് ഏതോ ഒരു യൂട്യൂബർ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആരാണ് പീഡിപ്പിക്കപ്പെട്ടത്, ആരെയാണ് പീഡിപ്പിച്ചത്, റോബിൻ പീഡിപ്പിച്ചോ, അതിന്റെ പീഡിപ്പിച്ചതിന്റെ പേരിൽ പരാതി വല്ലതും വന്നിട്ടുണ്ടോ, ഇതിന്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷൻ ക്രൈം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ, ഇതൊന്നും സമൂഹത്തിന് അറിയണ്ട. സമൂഹത്തിന് ആകെ അറിയേണ്ടത് ഏതോ ഒരു വിവരമില്ലാത്ത ഒരാൾ അല്ലെങ്കിൽ ഒരുപാട് കഴിവുള്ള ഒരാൾ ഒരു യൂട്യൂബിൽ കയറി ഇരുന്നിട്ട് റോബിൻ പീഡിപ്പിച്ചു, റോബിൻ നേഴ്സിനെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞ ഉടനെ വിശ്വസിക്കുന്ന ഒരു കാലഘട്ടമായിട്ട് ഇത് മാറിയിരിക്കുകയാണ്. അപ്പോൾ ഇതിനെതിരെ ഇത്തരത്തിൽ നവമാധ്യമങ്ങൾ യൂസ് ചെയ്തുകൊണ്ട് ഈ ഒരു സമൂഹത്തിൽ ഉയർന്നു നിൽക്കുന്ന ആൾക്കാരെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന, അല്ലെങ്കിൽ പുതിയ ഏതെങ്കിലും തരത്തിലുള്ള പ്രോഗ്രാമുകളിലോട്ട് കയറാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർക്കെതിരെ അവരുടെ നിജസ്ഥിതി സമൂഹം മനസ്സിലാക്കാൻ വേണ്ടി നിലവിലെ നിയമപരമായ കാര്യങ്ങൾ മാത്രം, ഈ റോബിൻ മറ്റു രീതിയിലുള്ള ഒരു സംസാരത്തിന് താല്പര്യമില്ല ആരുമായിട്ട്, നിയമം അദ്ദേഹത്തിന് നൽകുന്ന പരിരക്ഷ എന്താണോ ആ പരിരക്ഷയിലൂടെ യാത്ര ചെയ്ത് സമൂഹത്തിന് മുമ്പിൽ ഇദ്ദേഹം തെറ്റുകാരനല്ല എന്നുള്ളത് വ്യക്തമാക്കി തെളിയിച്ചിരിക്കും. റോബിൻ രാധാകൃഷ്ണൻ അങ്ങനെ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും നനഞ്ഞു, ഇനിയിപ്പോ കുളിച്ചിറങ്ങിയിട്ട് തന്നെ ബാക്കി കാര്യമെന്ന് തീരുമാനിച്ചുകൊണ്ട് തന്നെയാണ് റോബിന്റെ ഈ ഒരു മുന്നോട്ട് പോക്കെന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ തരത്തില് റോബിൻ തെറ്റ് ചെയ്തിട്ടുണ്ടോ, റോബിൻ കാശ് കടം വാങ്ങിച്ചിട്ടുണ്ടോ, റോബിൻ കാശ് തിരികെ കൊടുത്തിട്ടില്ലേ എന്നതൊക്കെ ഒരു വശത്തിരിക്കട്ടെ. പക്ഷേ ഒരാൾക്ക് ഒരു താഴ്ച വരുമ്പോഴത്തേക്ക് അയാളെ എല്ലാ അർത്ഥത്തിലും ഇല്ല, എന്താ പറയുക, കടന്തൽ കൂട് ഇളകിയ കണക്ക് അയാളെ കയറി കൊത്തി പറിച്ചങ്ങ് ഇല്ലാതാക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തുന്ന തരത്തിലോട്ട് ഈ പറഞ്ഞ രീതിക്ക് ഒരു കൂട്ടം പേരിങ്ങനെ ചേർന്നുകൊണ്ട് ഒരു കൂട്ടാക്രമണം നടത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ ഇപ്പോൾ ഈ റോബിൻ വിഷയത്തിൽ കാര്യങ്ങൾ മാറുന്നുണ്ടോ എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. എന്തോ ആയിക്കോട്ടെ, സംഭവം കാശിന്റെ വിഷയം തന്നെയാണല്ലോ, അല്ലാതെ ഈ പറഞ്ഞ രീതിയിൽ വേറെ രീതിയിലുള്ള വിഷയമൊന്നും അല്ലല്ലോ. പക്ഷേ കാശിന്റെ വിഷയം തന്നെ വേറെ രീതിയിലോട്ട് ആക്കാൻ നോക്കുന്നതാണ് ശരിക്കും പറഞ്ഞാൽ മനസ്സിലാവാത്ത കാര്യം എന്ന് പറയുന്നത്. അതിനെതിരെ തന്നെയാണ് ഇപ്പോൾ റോബിൻ കേസ് കൊടുക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയെന്ന് പറയുന്നത്. കാരണം ഒരു തെളിവോ കാര്യങ്ങളോ ചക്കയോ ചുണ്ണാമ്പോ ഒന്നും ഇല്ലാതെ ഈ പറഞ്ഞ തരത്തിൽ ഒരാളെ കയറി പീഡിപ്പിച്ചെന്നോ, അതാണെന്നോ ഇതാണെന്നോ മറ്റതാണെന്നോ മറിച്ചാണെന്നൊക്കെ പറഞ്ഞാൽ ഇതൊരു ചെറിയ കാര്യമാണോ ശരിക്കും പറഞ്ഞാൽ? സമൂഹത്തിൽ ഈ പറഞ്ഞ രീതിയിൽ മാന്യമായിട്ട് ജീവിക്കുന്ന വ്യക്തികളെ കരിവാരിത്തേക്കാനായിട്ട് നടത്തുന്ന ചില പൊറാട്ട് നാടകങ്ങളാണോ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ എന്ന് പറയുന്നത്? അല്ല, അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുകയാണ്. ഇനി എന്ത് തന്നെ ആയാലും ഈ ഒരു കാശിന്റെ പേരിൽ തുടങ്ങിയിട്ട് റോബിൻ പീഡിപ്പിച്ചു എന്ന പേരിൽ വരെ കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. ഇതിന്റെയൊക്കെ അർത്ഥം എന്താണ് ശരിക്കും പറഞ്ഞാൽ? ഇനിയിപ്പോൾ ഇനി വരാനിരിക്കുന്നത് എന്താണ്? അപ്പോൾ തന്റെ നിരപരാധിത്വം അത് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം തീർച്ചയായിട്ടും റോബിന് തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് ഈ പറഞ്ഞ രീതിക്ക് തന്നെ നിയമപരമായിട്ട് മുന്നോട്ട് പോയി ആ ഒരു രീതിയിൽ തന്റെ നിരപരാധിത്വം തെളിയിക്കുക എന്നുള്ളത് തന്നെയാണ് റോബിൻ ഇപ്പോൾ ലക്ഷ്യം വെച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം സോഷ്യൽ മീഡിയ എല്ലാ അർത്ഥത്തിലും ഒരു കോടതിയാവുക, സോഷ്യൽ മീഡിയയിൽ തെളിവുകൾ അതാണ് ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുവന്ന് മറിക്കുക, അതിലൂടെ ഒരാളെ കംപ്ലീറ്റ്ലി ഒരു തെറ്റുകാരനാക്കി മാറ്റുക, ഒരു കാശിന്റെ പേരിൽ തുടങ്ങി അത് വേറൊരു തരത്തിലോട്ട് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുക. അപ്പൊ ഇതൊക്കെ തന്നെ ശരിക്കും പറഞ്ഞാൽ കണ്ടു നിൽക്കേണ്ട ആവശ്യമില്ല. നിയമപരമായിട്ട് പോവേണ്ട കാര്യങ്ങൾ തീർച്ചയായിട്ടും നിയമപരമായിട്ട് തന്നെ പോകണം. അതിൽ റോബിന്റെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റോബിന് ആ ഒരു രീതിയിലുള്ള നീതി ലഭിക്കേണ്ടത് അനിവാര്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. റോബിൻ കാശ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ റോബിൻ തിരിച്ചു കൊടുക്കേണ്ടതും റോബിന്റെ ഉത്തരവാദിത്വം തന്നെയാണ്. പക്ഷെ അതിന്റെ പേരിൽ വേറൊരു തരത്തിലോട്ട് അത് ഡൈവേർട്ട് ചെയ്തുകൊണ്ട് അതിനെ വേറെ രീതിയിലോട്ട് ഇയാളുടെ തലയിലങ്ങ് അടിച്ചേൽപ്പിക്കുക നോക്കുക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അത് ഏതൊരു വ്യക്തിക്കായാലും അത് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല എന്നുള്ളതാണ് വാസ്തവം. ശരിക്കും റോബിൻ ഇപ്പോൾ ചെയ്തിരിക്കുന്ന കാര്യം അത് തന്നെയാണ് ശരിയായിട്ടുള്ള രീതി എന്ന് പറയുന്നത്. കാരണം സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചളിവാരി അറിയുകയല്ല നിലവിലത്തെ സാഹചര്യത്തിൽ വേണ്ടതെന്ന് പറയുന്നത്. നിലവിലത്തെ സാഹചര്യത്തിൽ നിയമപരമായിട്ട് അതിൽ എന്തൊക്കെയാണോ ചെയ്യാൻ സാധിക്കുന്നത് ആ ഒരു തരത്തിൽ മുന്നോട്ട് പോവുകയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വേണ്ടതെന്ന് പറയുന്നത്. അത് വളരെ കൃത്യമായിട്ട് റോബിൻ ചെയ്തിരിക്കുന്നു. അപ്പൊ റോബിൻ ചെയ്ത കണക്ക് തന്നെയാണ് മറുഭാഗവും ചെയ്യേണ്ടതെന്ന് പറയുന്നത്. ഈ പറഞ്ഞ രീതിയിൽ നിയമപരമായിട്ട് തന്നെയാണ് അവരും മുന്നോട്ട് പോകേണ്ടതെന്ന് പറയുന്നത്. അതിൽ ആരുടെ ഭാഗത്താണോ ശരി എന്നുള്ളത് അത് തെളിയട്ടെ. നിയമപരമായിട്ട് നേടിയെടുക്കേണ്ട നീതി അത് ആർക്കാണോ അത് അവർ നേടിയെടുക്കട്ടെ. അതിൽ ഈ പറഞ്ഞ രീതിക്ക് സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ട് പൊറാട്ട് നാടകങ്ങൾ നടത്തുകയല്ല ശരിക്കും പറഞ്ഞാൽ വേണ്ടതെന്ന് പറയുന്നത്. നാട്ടുകാരല്ല വിധി പ്രഖ്യാപിക്കേണ്ടതെന്ന് പറയുന്നത്. അതിനിവിടെ കോടതിയുണ്ട്, പോലീസുണ്ട്, ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരുണ്ട്. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ആ രീതിയിൽ വേണം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. അല്ലാതെ അത് സോഷ്യൽ മീഡിയയിലിട്ട് അലക്കുന്ന തരത്തിലോട്ടല്ല കാര്യങ്ങൾ മാറ്റേണ്ടതെന്ന് പറയുന്നത്. എന്തായാലും സത്യം ചെയ്യട്ടെ, ആരുടെ ഭാഗത്താണോ ശരിയുള്ളത് അവർ വിജയിക്കട്ടെ.